കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് കത്തിച്ച സംഭവത്തിൽ 2 യുവതികൾ അറസ്റ്റിൽ. ശൂരനാട് സ്വദേശിനി ആരതി, ഇടുക്കി സ്വദേശിനി ഗായത്രി എന്നിവരാണ് അറസ്റ്റിലായത്. പോലീസ് കസ്റ്റഡിയിലായ ആരതിയെ എലിവിഷം ഉള്ളിൽ ചെന്ന നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം അഞ്ചലിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വിവേകിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബുള്ളറ്റ് കത്തിച്ചത്. സുധീഷ് ചേരുകയാണ്. സുധീഷ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇത് മുൻവൈരാഗ്യത്തെ തുടർന്നുണ്ടായ ഒരു സംഭവം എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ഏതായാലും കൊല്ലം അഞ്ചലിലാണ് സംഭവം നടന്നത്. പോലീസുകാരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബുള്ളറ്റ്, ഈ വാഹനമാണ് യുവതികൾ കത്തിച്ചത്. ഈ യുവതികളെ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി തിരികെ വരുമ്പോഴായിരുന്നു ഈ യുവതികളിൽ ഒരാൾ എലിവിഷം കഴിക്കുകയും തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം ശൂരനാട് സ്വദേശി ആരതിയുടെ സുഹൃത്ത് ഇടുക്കി സ്വദേശിനിയായ ഗായത്രി മോഹൻ എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിൽ ആരതിയാണ് എലിവിഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ആരോഗ്യനില തരണം ചെയ്തതായുള്ള വിവരങ്ങളാണ് പോലീസ് നൽകുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം ഉണ്ടായത്. ശനിയാഴ്ച ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന വിവേകിന്റെ വീട്ടിൽ, അത് അഞ്ചലിലായിരുന്നു, കൊല്ലത്ത് അഞ്ചലിലാണ് വിവേകിന്റെ വീടുള്ളത്. ഈ വീട്ടിലാണ് സൂക്ഷിച്ചിരുന്ന ബുള്ളറ്റാണ് ഈ യുവതികൾ ഇരുവരും ചേർന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ച നിലയിൽ കാണപ്പെട്ടത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് പറയുന്ന വിശദീകരണം, ആദ്യം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ യുവതികൾ പോലീസിനെയും മറ്റ് അന്വേഷണത്തെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കത്ത് പ്രദേശത്ത് എഴുതിയിടുകയുണ്ടായി. ഈ ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കൊല്ലം പുനലൂരുള്ള ഒരു കോളേജിൽ KSU പ്രവർത്തകരുമായി നടത്തിയ ചില ഒരു ലാത്തി ചാർജുമായി ബന്ധപ്പെട്ട് ഈ വിവേകിനെതിരെ KSU പ്രവർത്തകർക്ക് ഒരു വൈരാഗ്യം ഉണ്ടാവുകയും തുടർന്ന് അത്തരത്തിലുള്ള ഒരു വൈരാഗ്യമാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്ന തരത്തിലുള്ള ഒരു കത്ത് ഈ വിവേകിന്റെ വീടിന് മുൻവശം ഈ 2 യുവതികളും ചേർന്ന് ഈ സംഭവത്തിന് ശേഷം അവിടെ എഴുതിയിടുകയുണ്ടായി. ഇതൊക്കെ പോലീസിന്റെ അന്വേഷണത്തെ സാരമായി ബാധിച്ചു. പോലീസിന്റെ അന്വേഷണത്തെ വഴിതിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു ഈ യുവതികൾ നടത്തിയത്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം ഈ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ യുവതികൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ ഈ പോലീസ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, 5 മാസങ്ങൾക്ക് മുൻപ് ഈ സിവിൽ പോലീസ് ഓഫീസർ വിവേകുമായി ആരതിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഈ വിവാഹം മറ്റെന്തൊക്കെയോ കാരണങ്ങളാൽ വിവാഹം നടന്നില്ല. വിവാഹം മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തുടർന്ന് വിവാഹ നിശ്ചയത്തിന് ചിലവായ തുകയും മറ്റും ഇരു കൂട്ടർക്കും നൽകി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആരതിക്ക് ഈ സമയവും വിവേകിനോട് ചില മാനസികമായ ചില വൈരാഗ്യങ്ങളൊക്കെ ഉടലെടുക്കുന്നു. തുടർന്നുണ്ടായ ചില ഈ വൈരാഗ്യത്തിന് പിന്നീടുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഈ ഇത്തരത്തിൽ വാഹനം കത്തിക്കുന്ന തരത്തിലേക്ക് സംഭവം എത്തിയത്. ഏതായാലും കഴിഞ്ഞ ശനിയാഴ്ച ഈ ആരതിയും സുഹൃത്ത് ഗായത്രിയും ഇവർ പെട്രോൾ വാങ്ങി സൂക്ഷിച്ച ശേഷം ഈ 23-ാം തീയതി വൈകിട്ട് വിവേകിന്റെ താമസ സ്ഥലത്തേക്ക് എത്തുന്നു. അഞ്ചലിലുള്ള വീട്ടിലേക്ക്, അർച്ചലിലുള്ള വീട്ടിലേക്ക് എത്തുന്നു. അഞ്ചലിലാണ് ഈ വീടുള്ളത്. ഈ ആളൊഴിഞ്ഞ ഭാഗത്ത് ഇവർ തങ്ങിയ ശേഷം തുടർന്ന് രാത്രി വീട്ടിലെത്തി ഈ ബുള്ളറ്റിൽ ഇവർ കയ്യിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ ബുള്ളറ്റിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം ഇവർ അവിടെ നിന്ന് കടന്നു കളയുകയാണ് ചെയ്തത്. ഏതായാലും ഈ മുൻ വൈരാഗ്യമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ഏതായാലും യുവതികളിൽ ഒരാൾ എലിവിഷം കഴിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ അവർ ആരോഗ്യനില തരണം ചെയ്തു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി സുധീഷ്, കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് കത്തിച്ച സംഭവത്തിൽ 2 യുവതികൾ അറസ്റ്റിലായിരിക്കും. വിവരങ്ങളുമായി ഇപ്പം ചേരുകയാണ് സുധീഷ് കുമാർ.